ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ കെയർ റുട്ടീനാണ് കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ നാളായി ഈ ഹെയറിനൊരു കെയറൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ എൻ്റെ ഹെയറിനാണെങ്കിൽ നല്ല കെയറിൻ്റെ ആവശ്യമുണ്ട്. കാരണം നല്ല ഹെയർ ലോസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിലൊരു ഹെയർ കെയർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെമ്പരത്തി പ്ലസ് കടലമാവ്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെയർ നന്നായി ക്ലീൻ ചെയ്യുക, ചെടിയൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കുക. ഇപ്പോൾ എൻ്റെ ഹെയറിൽ ചെടിയും കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് ഇടണമെന്നാണ് കേട്ടോ. കാരണം എനിക്ക് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ബാക്കിലത്തെ മുടിയൊക്കെ ഫ്രണ്ടിലോട്ട് ആക്കുമ്പോൾ അത്യാവശ്യം തിക്കിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് നല്ല രീതിയിൽ ഹെയർ ലോസ് ഉണ്ട് കേട്ടോ. ഫ്രണ്ടിലാണ് ഹെയർ ലോസും കാര്യങ്ങളൊക്കെ, ബാക്കിൽ എനിക്ക് അത്ര ഹെയർ ലോസ് ഇല്ല. അത്യാവശ്യം നല്ല രീതിയിൽ മുടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഫ്രണ്ടിലാണ് കൂടുതലും ഒരു തണവും കാര്യങ്ങളൊക്കെ കിട്ടേണ്ടത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വെളിച്ചെണ്ണ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഇത് ചെയ്യുന്നതിനായിട്ട് മുന്നേ തന്നെ നല്ല രീതിയിൽ എണ്ണ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. കാരണം ഷാമ്പു ഇടണേക്കാളും അധികമായിട്ട് ഇത് നന്നായി മുടി പറക്കും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ധൈര്യമായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആഴ്ചയിൽ ഒരു തവണയൊക്കെയല്ലേ നമ്മൾ അപ്ലൈ ചെയ്യണത്. ഇപ്പോൾ സൺഡേസിലൊക്കെയാണ് നമ്മൾ വെളിച്ചെണ്ണ തേച്ച് കുളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായി തന്നെ വെളിച്ചെണ്ണ തേച്ച് കുളിക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഷാമ്പു ഇടണം പോലെ തന്നെയാണ്. അപ്പം ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ നിറുകെ കണ്ടുപിടിക്കുക. നിറുകെ കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ ഒരു വിരൽ വെച്ചിട്ട് നമ്മളിങ്ങനെ നിറുകെ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ നിറുകയിൽ നല്ല രീതിയിൽ തന്നെ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാ ഹെയറിലും എണ്ണ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മുടിയും വേണ്ട, നിറവൂട്ടിയിൽ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. മുടിയിലൊക്കെ എല്ലാ മുടിയിലും ഇങ്ങനെ സെപ്പറേറ്റ് എടുത്ത് നല്ലോണം എണ്ണ ഒഴിച്ച് മസാജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഡെയിലി എണ്ണ തേച്ച് വാഷ് ചെയ്യണമെന്നൊന്നുമില്ല. ഡെയിലി എണ്ണ തേച്ചുകൊണ്ട് നമുക്ക് നല്ലപോലെ മുടി ഉണ്ടാവണമെന്നൊന്നുമില്ല. അപ്പോൾ ഡെയിലി എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു ദിവസം നല്ല രീതിയിൽ എണ്ണ തേച്ച് ഷാമ്പൂ വാഷ് ഒരിക്കലും ചെയ്യരുത്. ഷാമ്പൂ വാഷ് ചെയ്യാതെ ഇങ്ങനെ താളി എന്തെങ്കിലും ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ മാരേജിന് മുൻപ് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് ഹെയർ ലോസും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. നല്ല രീതിയിൽ തിക്കുള്ള മുടി തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ തീരെ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ഹെയർ ലോസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുടീനെ എത്രത്തോളം കെയർ ചെയ്യണോ അത്രയും റിസൾട്ട് നമുക്ക് ഉറപ്പായി ഉണ്ടാവും. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഞാൻ കെയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് മുടി ഉണ്ടായിരുന്നു. ഇപ്പോൾ തീരെ ശ്രദ്ധിക്കണില്ല. അതിനനുസരിച്ച് മുടിയുടെ ഹെയർ ലോസും എനിക്ക് വരുന്നുണ്ട്. ഞാൻ ഹെയർ ഫുള്ള് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ മസാജിങ് കാര്യങ്ങളും കൊടുക്കുന്നത് കൂടുതലായിട്ട്. കാരണം എന്താണെങ്കിൽ എനിക്ക് ഫ്രണ്ടിലാണ് ഗ്യാപ്പ്. അപ്പം മുടി ബാക്കോട്ട് നന്നായിട്ട് ഇടുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് നെറ്റി നെറുകെ ഇങ്ങനെ കയറി വരും. അപ്പോൾ വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഫ്രണ്ടിലോട്ട് ഇടുമ്പോൾ നമുക്ക് കുഞ്ഞു മുടികളൊക്കെ അവിടെ വരും. അപ്പോൾ ഞാൻ കുറച്ച് മസാജ് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഹെയറിന് ഞാൻ നല്ല രീതിയിലുള്ളൊരു മസാജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടായിരുന്നു ഇത്ര നേരം ചെയ്യണ്ടായിരുന്നു. ഞാൻ ബാക്കിലോട്ട് ഇട്ടിട്ടും ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടൊക്കെ ആയിട്ട് നല്ല രീതിയിലൊരു മസാജിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും നമുക്ക് മസാജ് ചെയ്യാൻ പറ്റുള്ളൂ, ഹെയർ കെയർ ചെയ്യാൻ പറ്റുള്ളൂ വെച്ചാൽ ആ ദിവസങ്ങളിൽ നമ്മൾ കറക്റ്റായിട്ട് അത് ചെയ്യുക. കറക്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ അവർക്കൊരു മുടിക്കൊരു ഹെയർ മസാജിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇനി മുടിയൊക്കെ കെട്ടി വയ്ക്കാൻ പോവാണ്. ഇതൊരു 15 മിനിറ്റ് നമ്മുടെ തലയിൽ ആ എണ്ണയൊക്കെ ഒന്ന് പിടിച്ച് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 15 മിനിറ്റോളം ഹെയർ കെട്ടി വയ്ക്കും. എന്നിട്ട് അതിന് ശേഷമാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഹെയർ കെട്ടി വെച്ചിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ മറ്റേ ചെമ്പരത്തി താളിയും കടലമാവും കൂടിയിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ തലയിൽ. അപ്പോൾ ഹെയറിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം.
നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നല്ല തണവും. കാരണം എൻ്റെ ബാക്കിൽ അത്യാവശ്യം തിക്കുണ്ട്. ഞാൻ പറഞ്ഞില്ല ബാക്കിൽ തീരെ അത്യാവശ്യം നല്ല രീതിയിൽ മുടിയുണ്ട്. ആ ബാക്കിൽ അങ്ങനെ മുടി തിക്കുള്ളതുകൊണ്ടാണ് എനിക്ക് വലിയ പ്രോബ്ലം ഇല്ലാത്തത്. എന്താണെങ്കിൽ ഞാൻ അത് തലയിൽ ആകെ മൊത്തം ആദ്യം നിറയിൽ തേച്ചിട്ടുണ്ട്. ഇനി മുടിയിൽ ഫുള്ളായിട്ട് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. കാരണം ഇതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ല തലയ്ക്കൊക്കെ ഭയങ്കര കൂളിങ്ങാണ് കേട്ടോ, പറയാൻ പറ്റില്ല. നിങ്ങളത് യൂസ് ചെയ്ത് തന്നെ മനസ്സിലാവും. നല്ല ഭയങ്കര ഒരു കൂളിങ്ങും കാര്യങ്ങളാണ്. നമുക്ക് ഈ ഒരു മസാജിങ്ങും കാര്യങ്ങളും ഇന്നത്തെ ഒരു കുളി കഴിഞ്ഞ സൺഡേലത്തെ ഒരു കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സുഖമായി കിടന്നുറങ്ങാൻ പറ്റും. അത്രയും ഒരു തണവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇനി ഇത് തലയിൽ മൊത്തമായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യണം. എല്ലായിടത്തും എനിക്ക് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നന്നായി അപ്ലൈ ചെയ്യട്ടെ. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം ഹെയർ വാഷ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം ഒന്ന് കുടഞ്ഞെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.